എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പരിഹാരങ്ങൾ പറയുന്നതെന്നാണ്. അതായത് പരിഹാരങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു, അതെങ്ങനെ പറയുന്നു. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പരിഹാരങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒന്നെന്താ, ദാനം. അത് ഗ്രഹങ്ങളെ, ഇപ്പോൾ ഒരു ഗ്രഹത്തിനെ കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രഹങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയും. ഉദാഹരണത്തിന് വ്യാഴമാണ്, വ്യാഴത്തിനെ കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ ഇപ്പം നെയ്യ് ദാനം ചെയ്യുക, അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക, അല്ലെങ്കിൽ മഞ്ഞൾ ദാനം ചെയ്യുക, അങ്ങനെ കടല ദാനം ചെയ്യുക. ഇതൊക്കെ ദാനം ചെയ്യാം. ഓക്കെ, ദാനം ഒരു പരിഹാര വിദ്യയാണ്. ഇപ്പം ചന്ദ്രനെ കൊണ്ടുള്ള ഉപദ്രവങ്ങളാണെങ്കിൽ അരി ദാനം ചെയ്യുക, പാല് ദാനം ചെയ്യുക, വെളുത്ത വസ്തുക്കൾ ദാനം ചെയ്യുക, അങ്ങനെ ദാനം ചെയ്യാം. ശനീനെ കൊണ്ടാണെങ്കിൽ എള്ള് ദാനം ചെയ്യാം, ഇരുമ്പുകൾ ദാനം ചെയ്യാം, അല്ലെങ്കിൽ വയസ്സായ ആളുകൾ, രോഗികളായ ആളുകൾ, ഇവർക്ക് കമ്പിളി വസ്ത്രം, കറുത്ത കമ്പിളി വസ്ത്രം അല്ലെങ്കിൽ കറുത്ത വസ്ത്രമൊക്കെ ദാനം ചെയ്യാം. ഇതൊക്കെയാണ് ഗ്രഹങ്ങളെ കൊണ്ടുള്ള, ഗ്രഹങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വസ്തുക്കൾ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാനം ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. പിന്നെ പറയുന്നത് ധാരണമാണ്. ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രത്നങ്ങൾ ധരിക്കുക. ഇപ്പം ചിലരോട് പറയില്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ചൊവ്വയെ ബലപ്പെടുത്താൻ വേണ്ടി റെഡ് കോറൽ ധരിക്കൂ, അല്ലെങ്കിൽ വ്യാഴത്തിനെ ബലപ്പെടുത്താൻ വേണ്ടി മഞ്ഞ പുഷ്യരാഗം ധരിക്കൂ, അല്ലെങ്കിൽ ശനീനെ ബലപ്പെടുത്താൻ വേണ്ടി ബ്ലൂ സഫയർ ധരിക്കുക, ബുധനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എമറാൾഡ് മരതകം ധരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ധാരണം ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. പിന്നെ ഉള്ളത് ജപം, ഹോമം, മന്ത്രം, സ്തുതി, സ്തോത്രം, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇപ്പം ആസ്ട്രോളജി നന്നായിട്ട് അറിയാവുന്നവർക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, പക്ഷേ ആസ്ട്രോളജിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇതൊരു കൺഫ്യൂഷനാണ് എപ്പോഴും, എപ്പോൾ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഇനി പരിഹാരം എപ്പോഴും വേണമെന്നുള്ളത് അത് നമുക്ക് പറയാം. ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. അതായത് ഒരു അനുകൂലമായ ഗ്രഹം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഗ്രഹം അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നു. അനുകൂലമായ ഗ്രഹം എന്ന് ഞാനിവിടെ പറഞ്ഞത് 2ാം ഭാവാധിപൻ, 4ാം ഭാവാധിപൻ, 5ാം ഭാവാധിപൻ, 7ാം ഭാവാധിപൻ, 9ാം ഭാവാധിപൻ, 10ാം ഭാവാധിപൻ, 11ാം ഭാവാധിപൻ. ഈ ഭാവാധിപന്മാരൊക്കെ നമുക്ക് അനുകൂലമായ ഗ്രഹങ്ങളാണ്. ഓക്കെ, അപ്പം ഇത്തരം അനുകൂലമായ ഒരു ഗ്രഹം അനുകൂല സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു, അതായത് ഈ പറഞ്ഞ ഭാവങ്ങളിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതൊരു നല്ലൊരു പൊസിഷനാണ്. അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും രത്നം ധരിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ധരിക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇപ്പം നിങ്ങൾ 2ാം ഭാവാധിപൻ വ്യാഴമാണ്, അത് 11ലാണ് പോയി നിൽക്കുന്നത്. അപ്പം രണ്ടും വെൽത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ധനം നിങ്ങൾക്കുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ധനമായിക്കൂടെ, അങ്ങനൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ കുറച്ചും കൂടി പുഷ്ടിപ്പെടുത്തിക്കൂടെ വ്യാഴത്തിനെ, അങ്ങനെ ചിന്തിക്കാം. പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്രഹത്തിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഒരു രത്നധാരണമോ അല്ലെങ്കിൽ ആ ഗ്രഹം റെപ്രസെൻറ്റ് ചെയ്യുന്ന വസ്തുക്കളെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുകയോ ധരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അവിടെ ഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഭാവത്തിൻ്റെ അധിപനാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ നിങ്ങളുടെ ഭാവത്തിൻ്റെ അധിപനാവുന്നതിന് മുമ്പേ, അതായത് നിങ്ങളുണ്ടാവുന്നതിന് മുമ്പേ ഗ്രഹം ഉണ്ടായിരുന്നു. ആ ഗ്രഹത്തിന് ചില കാരകത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും ഉള്ളതാണ്. ഓക്കെ, അത് നമ്മളെക്കാൾ മുമ്പുള്ളതാണ്, നമ്മൾക്ക് ശേഷവും അതുണ്ടാകും. ഇപ്പോൾ ബൃഹത് പരാശര ഹോര നോക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഗ്രഹങ്ങളുടെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ എലമെൻറ്റുകൾ ആ തത്വങ്ങളും കൂടി കൂടും. ആ രത്നത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രഹത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രത്നം ധരിക്കുമ്പോൾ ആ എലമെൻറ്റും കൂടി കൂടും. ആ ഗ്രഹത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റുകളും കൂടി കൂടും. അതായത് വ്യാഴത്തിനെ കൂട്ടാൻ വേണ്ടി, വ്യാഴത്തിനെ ശക്തി കൂട്ടാൻ വേണ്ടി നിങ്ങൾ മഞ്ഞപ്പുഷ്യരാഗം ധരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ കഫം കൂടി കൂടും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് കൂടും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ശരീരത്തിലെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഫാറ്റി ലിവർ മുതലായ അസുഖങ്ങൾ, നിങ്ങൾ ഡയബറ്റിക് ആവും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പം നിങ്ങളുടെ അനുകൂലമായൊരു ഗ്രഹം അനുകൂല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിനെ വെറുതെ വിടുക, പിന്നെ അതിനെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പം ഈ ഒരു കാര്യം, ഇതൊരു കോറാണ്. അതായത് ഒരു ഗ്രഹം ഉണ്ടായത് നമ്മളുണ്ടാകുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് ഒരു ഗ്രഹത്തിനെ ശക്തിപ്പെടുത്തുമ്പോൾ എൻ്റെ ഭാവാധിപൻ മാത്രമല്ല ശക്തിപ്പെടുത്തുന്നത്, ആ ഗ്രഹം ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ എന്തിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു ആ എലമെൻറ്റുകളെല്ലാം ശക്തിപ്പെടുത്തും. അത് ചിലപ്പോൾ അധികമായാൽ എനിക്ക് പ്രശ്നമാകും. അതായത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ അതങ്ങനെ വിടാം. ഇനിയുള്ളത് അനുകൂലമായ ഗ്രഹം ഒരു അനുകൂലമായ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് വേണ്ട ശക്തിയില്ല. അതേ നിങ്ങൾക്ക് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടയാൾ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഒരുപാട് ഫേവർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല സ്ഥലത്തുമാണ് നിൽക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ചില ശത്രുക്കളാൽ ചുറ്റപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ ഗ്രഹത്തിന് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഗ്രഹത്തിന് ശക്തി വേണം. ആ ഗ്രഹത്തിന് നമ്മൾ ശക്തി കൊടുക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ നിങ്ങൾക്ക് ധരിക്കാം.
അതായത് രത്നധാരണം നടത്താം, അല്ലെങ്കിൽ ആ ഒരു ഗ്രഹത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലോഹം കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കാം. ഇപ്പോൾ സൂര്യനാണെങ്കിൽ ചെമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന സൂര്യനെയാണ്. സൂര്യനെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഗ്രഹമാണ്, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം. അത് ഒരു മറ്റ് ഗ്രഹങ്ങൾ, അതായത് നിങ്ങളുടെ ദുസ്ഥാന അധിപതിയായിട്ട് ഒരു കോൺടാക്റ്റ് വന്നു, 6, 8, 12 ഭാവാധിപന്മാർ അതിനോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടി അതിൽ വീഴുന്നു. അല്ലെങ്കിൽ ചന്ദ്രനാണ്, ചന്ദ്രൻ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ്, പക്ഷേ മറ്റ് പാപന്മാരുടെ ദൃഷ്ടി വന്നു, പാപന്മാരുടെ യോഗം വന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഫലം ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ ചന്ദ്രനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങളോ മുത്തോ ഒക്കെ ധരിക്കാം, മദർ ഓഫ് പേളോ ഒക്കെ നിങ്ങൾക്ക് ധരിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? ചന്ദ്രൻ നിങ്ങളെ സഹായിക്കാൻ പ്രാപ്തനാകും. ചന്ദ്രൻ ആരാൽ ചുറ്റപ്പെട്ട് ഇരിക്കുന്നോ ആ ശത്രു സ്വഭാവമുള്ളവരെ ഓവർകം ചെയ്ത് നിങ്ങളെ സഹായിക്കാനുള്ള പ്രാപ്തി ആ ഗ്രഹത്തിന് വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇതൊക്കെ ധരിക്കാം. ചന്ദ്രനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വസ്ത്രം ധരിക്കാം, ആ കളറുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം, അത് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താം. അതെന്തും ഉൾപ്പെടുത്താം കേട്ടോ. ഇപ്പം ഒരു കീ ചെയിൻ മുതൽ ഒരു വാട്ടർ ബോട്ടിൽ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വെള്ള കളറുള്ള വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ നിങ്ങൾ ചന്ദ്രൻ്റെ തത്വം കൂട്ടുകയാണ്. കാര്യം വാട്ടർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. വാട്ടർ ബോട്ടിൽ അത് വെള്ള കളറും കൂടി ആയി കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ആ തത്വം നമ്മൾ കൂട്ടി നമ്മുടെ ലൈഫിൽ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തി, അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ആ 2 സിറ്റുവേഷനായി. ഇനിയുള്ളത് ഒരു അനുകൂലമായ ഗ്രഹം പ്രതികൂലമായ സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് അവസാനം പറയാം. മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായൊരു ഗ്രഹം പ്രതികൂല സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അതായത് പിന്നെ പ്രതികൂലമായ ഗ്രഹം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നു. ഈ 2 സിറ്റുവേഷനും, അത് രണ്ടിനും ഒരേ രീതിയിലുള്ള പരിഹാരം മതി. അത് ആ സിനാരിയോ ഇങ്ങനെയാണ്. അതായത് നിങ്ങളൊരു രാജ്യമാണ്, നിങ്ങൾ ആ രാജ്യത്തെ രാജാവാണ്, പക്ഷേ നിങ്ങളുടെ ശത്രു രാജ്യത്തെ രാജാവ് നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്നു. പ്രതികൂല സ്ഥാനത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തിലാണ്, പക്ഷേ അതിർത്തിയിലാണ്. അദ്ദേഹം എല്ലാ തയ്യാറെടുപ്പോടും കൂടി നിൽക്കുകയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ എതിരിട്ട് തോൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി അനുകൂല സ്ഥാനത്താണെന്ന് പറഞ്ഞാലോ, അദ്ദേഹം നിൽക്കുന്നത്, ഈ ശത്രു രാജാവും അദ്ദേഹത്തിൻ്റെ സൈന്യം നിൽക്കുന്നത്, ഇപ്പം നിങ്ങളുടെ അനുകൂല സ്ഥാനം 2ാം ഭാവം നിങ്ങളുടെ അനുകൂല സ്ഥാനമാണ്. അവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലി അദ്ദേഹത്തിൻ്റെ കയ്യിലായി. നിൽക്കുന്നത് 4ാം ഭാവത്തിലാണെങ്കിൽ നിങ്ങളുടെ അമ്മ അദ്ദേഹത്തിൻ്റെ കയ്യിലായി, കസ്റ്റഡിയിലായി. നിങ്ങളുടെ 9ാം ഭാവത്തിലാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലായി. മനസ്സിലായോ? അപ്പോൾ പ്രതികൂലമായ ഒരു ഗ്രഹം പ്രതികൂല സ്ഥാനത്ത് നിന്നാലും അനുകൂല സ്ഥാനത്ത് നിന്നാലും നമ്മൾ അവിടെ ഒരൊറ്റ വഴിയുള്ളൂ, സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്താൽ എന്താ ചെയ്യുക? സാധാരണ രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പം കൊടുക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ. അവർ ചോദിക്കുന്ന സാധനം നമ്മൾ കൊടുക്കേണ്ടി വരും. കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്. പണ്ട് മുതൽ അതാണ് കണ്ടുവരുന്നത്. ഒരു ഉടമ്പടി ഉണ്ടാക്കി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ അവസ്ഥയിൽ അത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ ഗ്രഹം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണോ ആ സാധനങ്ങൾ നമ്മൾ ദാനം ചെയ്യേണ്ടി വരും. ബുധനാണെങ്കിൽ ചെറുപയർ ദാനം ചെയ്യുക, കേതു ആണെങ്കിൽ മുതിര ദാനം ചെയ്യുക, അതുപോലെ അല്ലെങ്കിൽ ശനിയാണെങ്കിൽ ഇരുമ്പ് ദാനം ചെയ്യുക, എള്ള് ദാനം ചെയ്യുക. നേരത്തെ ദാനത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ ദാനം ചെയ്യാൻ നമുക്ക്. അങ്ങനെ ദാനം ചെയ്ത് നമ്മൾക്ക് ആ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. അത് അനുകൂല സ്ഥാനത്താണെങ്കിലും പ്രതികൂല സ്ഥാനത്താണെങ്കിലും ഇത് തന്നെ വഴിയുള്ളൂ. ഇനി 3ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അനുകൂലമായ ഗ്രഹമാണ് പക്ഷേ പ്രതികൂല സ്ഥാനത്തായി പോയി നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ 2ാം ഭാവാധിപനാണ് 8ലാണ് പോയി നിൽക്കുന്നത്. അപ്പം 2ാം ഭാവാധിപൻ 3 വിചാരിക്കുക, ചന്ദ്രനാണെന്ന് വിചാരിക്കുക, പക്ഷേ 8ലാണ് പോയി നിൽക്കുന്നത്. അവിടെ എന്താണ് ഇൻറ്റൻഷൻ നോക്കണം. അതായത് പ്ലാനറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഗ്രഹങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനാണ് പ്ലാനറ്റിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ അമ്മയെ, ഇപ്പോൾ അച്ഛനാണെങ്കിൽ സൂര്യൻ, അമ്മയാണെങ്കിൽ ചൊവ്വ, 3 വിചാരിക്കാം. അമ്മ 3 അപ്പോൾ ആ ഒരു പ്ലാനറ്റ് പോയിട്ട് ഒരു ദുസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അച്ഛൻ നിങ്ങളെ കണ്ട അപ്പോൾ വടിയെടുത്തടിക്കും എന്നാണ്. അമ്മ നിങ്ങളെ കണ്ട അപ്പം ശിക്ഷിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പം നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ്, പക്ഷെ നമ്മളെ ശിക്ഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 3ാം ഭാവാധിപനാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ സഹോദരൻ നിങ്ങളായിട്ട് ശത്രുതയിലായി എന്നാണ് അർത്ഥം. ദുസ്ഥാനത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം സിറ്റുവേഷനിൽ ആ ഗ്രഹത്തിനെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താ? ശക്തിപ്പെടുത്തിയാൽ അവർ കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കും. അച്ഛനെ കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ അച്ഛൻ്റെ അടിയുടെ ശക്തിയും കൂടും. അപ്പം അത് അങ്ങ് ശക്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ രത്നങ്ങളൊന്നും ധരിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? എങ്കിൽ ശരി, ദാനം ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് പറ്റില്ല. കാര്യം അൾട്ടിമേറ്റ്ലി അവർ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെയാണ്. അപ്പോൾ ദാനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഗ്രഹത്തിൻ്റെ തത്വം കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ആ ഗ്രഹം നമുക്ക് വേണ്ടതാണല്ലോ. അപ്പം ഈ ഗ്രഹത്തിനെ സംബന്ധിക്കുന്ന വസ്തുക്കൾ ദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എലമെൻറ്റുകൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ചൊവ്വ മൂലമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം? നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നിങ്ങൾ അക്രമത്തിൽ ഏർപ്പെടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഗ്രഹത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളിലുള്ള ക്രോധം കുറയ്ക്കുക, നിങ്ങളിലുള്ള എന്താ പറയുക, ആ അക്രമോത്സുകത കുറയ്ക്കുക എന്നൊക്കെയാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പോലെ എല്ലാ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഈ ദാനങ്ങൾ ഫലിക്കും അതുകൊണ്ട് തന്നെ.
അപ്പം ഇങ്ങനെ ദാനം ചെയ്യുമ്പോൾ ആ തത്വത്തില്ലാതെ ആ എലമെൻറ്റുകളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കണ്ടീഷനിൽ ഇവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, നമ്മുടെ അച്ഛനും അമ്മേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എപ്പോഴും വേണം. ഇപ്പോൾ അവർ ഉപദ്രവിക്കാൻ നിൽക്കുകയാണെങ്കിൽ പോലും. അപ്പോൾ ദാനം ചെയ്ത് ഇവരുടെ വീര്യം കുറയ്ക്കാൻ പറ്റില്ല. കാര്യം വീര്യം കുറയ്ക്കുമ്പോൾ നമ്മളിലാണ് വീര്യം കുറയുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ അച്ഛനാണ് തല്ലാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ വഴിയുള്ളൂ. എന്താ? അച്ഛനോട് മുമ്പിൽ കൈ കൂപ്പി പറയുക, അച്ഛൻ എനിക്ക് തെറ്റുപറ്റി, അച്ഛനെ പോലെ നല്ലൊരു അച്ഛൻ വേറെ ആർക്കും കിട്ടില്ല, അച്ഛൻ വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്, അച്ഛൻ മറ്റുള്ളവർക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, അച്ഛൻ എനിക്ക് നന്മ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടോളാം, അച്ഛൻ അനുസരിച്ചോളാം, ഇത്രയും നല്ല അച്ഛൻ വേറെ ആർക്കും ഇല്ല എന്നൊക്കെ പറയുക, അത്രയും നല്ല അമ്മ വേറെ ആർക്കും ഇല്ല എന്നൊക്കെ പറയുക. ഇത് തന്നെയാണ് സ്തുതി, ഇത് തന്നെയാണ് മന്ത്രം, ഇത് തന്നെയാണ് ജപം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രഹങ്ങളെ ഒരു വ്യക്തികളായി കണ്ടുകൊണ്ടാണ് ഇവിടെ പെരുമാറുന്നത്. ആക്ച്വലി ഇവർ ഈ വ്യക്തിത്വം വെച്ചിട്ടല്ല ഇത് പെരുമാറുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി, നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടി ഇതിനിങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ വേറെയാണ്, അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ പരിഹാരമാണുള്ള വിഷയം. അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്തുതികളും ഈ പറഞ്ഞ പോലെ ഈ ജപങ്ങളും എല്ലാം ഇവരെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അമ്മയോ അച്ഛനെയോ കൺവീൻസ് ചെയ്ത് അവരെ നമ്മുടെ കൂടെ നിർത്തുന്നതിന് തുല്യമാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവരെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നിയേക്കാം, ചൊവ്വ അല്ല ക്ഷമിക്കണം, മൂൺ എന്തായാലും പോയി എട്ടി നിൽക്കുകയാണ്, അപ്പോൾ അമ്മയുടെ ഉദ്ദേശം എന്തായാലും ദോഷം വരുത്തുക എന്നുള്ള, ട്രബിൾ വരുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ സ്തുതിച്ചാലും ജപിച്ചാലൊക്കെ എന്താ ഗുണം എന്ന് തോന്നാം. പക്ഷേ അവിടെയാണ് നമ്മളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്, ജ്യോതിഷത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പം മൂണിൻ്റെ ഉദാഹരണം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. മൂൺ ഇപ്പം എട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷനാണ്, മൈൻഡാണ്. എട്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂയിസൈഡ് തോട്ടൊക്കെ എട്ടാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് സൂയിസൈഡ് തോട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇയാൾ ഒരു രോഗിയെ പോലെ സൂയിസൈഡ് തോട്ടുമായിട്ട് പല ഡോക്ടർമാരുടെ അടുത്ത് കയറി ഇറങ്ങി നടക്കുന്ന ആളാകും. പക്ഷേ അതേസമയം നമ്മൾ ഈ ജപം, ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പൂജ, ഹോമം, ശാന്തി ഹോമം ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂയിസൈഡിൽ നിന്നും മൈൻഡിൽ നിന്നുള്ള എലമെൻറ്റുകൾ അയാളുടെ ലൈഫിലുണ്ടാവും. പക്ഷേ ഇത്തവണ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ടുമായിട്ട് ആളുകൾ ഇയാളുടെ അടുത്തായിരിക്കും വരുന്നത്. അതായത് ഇയാൾ ഒരു രോഗിയുടെ അവസ്ഥയിൽ നിന്ന് ഒരു ഡോക്ടറുടെ അവസ്ഥയിലേക്കോ വൈദ്യൻ്റെ അവസ്ഥയിലേക്കോ ഒരു ഹീലറുടെ അവസ്ഥയിലേക്കോ മാറും. ഈ എലമെൻറ്റുകൾ അപ്പോഴും ഉണ്ടാകും. പക്ഷേ ഇത്തവണ അയാൾ രോഗിയല്ല, നേരത്തെ അയാൾ രോഗിയായിരുന്നു. ഇത്തവണ അയാൾ ആ മേശയുടെ ഇപ്പുറത്തെ സൈഡാണ്. ഓക്കെ, ആ വസ്തുത അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഇത്രയും നാൾ ആ ഗ്രഹത്തിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കാതിരുന്നപ്പോൾ ഇയാൾ മേശയ്ക്ക് അപ്പുറം രോഗിയായിരുന്നു. ആ ഗ്രഹത്തിനെ ഇയാൾ അനുകൂലമാക്കി എടുത്തപ്പോൾ, അല്ലെങ്കിൽ ജപോ ധ്യാനമോ ഒക്കെ കൊണ്ട്, അല്ലെങ്കിൽ പൂജയും ഹോമവും ഒക്കെ കൊണ്ട് അനുകൂലമാക്കി എടുക്കുമ്പോൾ അയാൾ മേശയുടെ ഇപ്പുറത്തെ വശത്തായി. ഇപ്പോൾ അയാൾ ഡോക്ടറും മറ്റൊരാൾ രോഗിയുമായി. നേരത്തെ അയാൾ രോഗിയും മറ്റൊരാളായിരുന്നു ഡോക്ടറും. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്രീ വില്ല് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിശ്ചയമായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് വരും. അപ്പോൾ ആ ഫലത്തിനെ നിങ്ങൾ എങ്ങനെ ചാനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളത് അനുകൂലമാക്കി, അതായത് എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എട്ടാം ഭാവത്തിൻ്റെ ദുരിതം അനുഭവിക്കണോ, അതായത് എട്ടാം ഭാവത്തിൻ്റെ മിസ്റ്റീക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് അനുഭവിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ തീരുമാനം മാത്രമേ നമുക്കുള്ളൂ. അതായത് ഒരു കത്തി കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കൊല്ലണോ പച്ചക്കറി എരിയണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നത് പോലെ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും എഫക്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ പറഞ്ഞ പോലെ സ്തുതികളുടെയും മന്ത്രജപത്തിൻ്റെയൊക്കെ പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം കൂടി, അപ്പോൾ മൂന്നും നമ്മൾ കവർ ചെയ്തു കേട്ടോ. അതായത് ധാനം കവർ ചെയ്തു, രത്നധാരണം കവർ ചെയ്തു, പിന്നെ ജപം, മന്ത്രം, ശാന്തി ഹോമം, പൂജ അതിനെ കവർ ചെയ്തു. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ജപം എന്ന് പറയുന്നത് ഏതൊരു അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ജാതകം പരിശോധിക്കുമ്പോൾ ഒരു മെലിഫിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ജാതകത്തിലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവം അഫ്ലിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടോ എന്ന് നോക്കും. അതായത് ഗുരുവിനോട് യോഗം ചെയ്തിട്ടുണ്ടോ, ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഗുരുവുമായിട്ട് ഏതെങ്കിലും ഒരു കണക്ഷൻ ഒരു പ്ലാനറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവത്തിനോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ദോഷം പറയില്ല. കാര്യം ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ദോഷം പരിഹരിക്കപ്പെട്ടു എന്നാണ് പറയുക. അപ്പം ജപം എന്ന് പറഞ്ഞാൽ എന്താ? ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമാണ്. ഓക്കെ, ഈ ഗുരുവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആകാശതത്വത്തെ കൊണ്ടാണ്. ഓക്കെ, ആകാശതത്വത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ശബ്ദം കൊണ്ടാണ്. അപ്പം ഗുരു തന്നെയാണ് ആകാശതത്വം, ആ ആകാശതത്വം തന്നെയാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശബ്ദം, അതായത് ജപം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോറോസ്കോപ്പിൽ ഗുരുവിനെ ട്രിഗർ ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാനറ്റിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ ആ പ്ലാനറ്റിൻ്റെ സംബന്ധിക്കാൻ മന്ത്രങ്ങളോ മറ്റോ ആണ് നിങ്ങൾ ജപിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഗുരുവിൻ്റെ ദൃഷ്ടി, അതായത് ശബ്ദമാവുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി ആ പ്ലാനറ്റിൻ്റെ മേലിൽ വീഴും. അതോടുകൂടി എങ്ങനെയാണ് ഒരു ജാതകത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടായാൽ ദോഷനിവാരണം നടത്തപ്പെടുന്നത്, അതേപോലെ ജപിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആ പ്ലാനറ്റിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ പ്ലാനറ്റിനെ കൊണ്ടുള്ള ദോഷം അതോടുകൂടി മാറും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള തത്വം.
അപ്പം ഏതൊരു അവസ്ഥയിലും ജപം നിങ്ങൾക്ക് ചെയ്യാം. ജപം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗുരുവിൻ്റെ ദൃഷ്ടി വീഴുന്നതിന് തുല്യമാണ്. അപ്പോൾ ആദ്യത്തെ എല്ലാ കണ്ടീഷനുകളിലും, ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ കണ്ടീഷനുകളിൽ ജപം നിങ്ങൾക്ക് തുടരാം. ജപത്തിന് യാതൊരു തടസ്സവുമില്ല. അതിന് ഇറസ്പെക്റ്റീവ് ഓഫ് പ്ലാനറ്റിൻ്റെ പ്ലേസ്മെൻറ്റ്സ് നിങ്ങൾക്ക് ജപം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. എല്ലാവരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇനി മറ്റൊരു